ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രവി, പാലക്കാട്. എ സി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജിൻ്റെയൊക്കെ PCB റിപ്പയർ ചെയ്യുന്നയാൾ. ഇന്ന് ഗോദ്രേജ് ഒരു സിംഗിൾ ഡോർ ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ ഒരു PCBയാണ് കിട്ടിയിരിക്കുന്നത്. ഡെഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് അതിൽ കംപ്ലയിൻ്റ് എന്നുള്ളതിനെ പറ്റി ചെറുതായിട്ടൊന്ന് നമുക്ക് നോക്കാം. അതായത് ഗോദ്രേജിൻ്റെ തന്നെ ബോർഡിൽ, ഫുൾ ബോർഡിൽ എന്തൊക്കെ കംപ്ലയിൻറ്റ് എങ്ങനെയൊക്കെ വരും എന്നുള്ളതിനെ പറ്റി ഞാനൊരു വീഡിയോ വിശദമായതിന് മുമ്പേയും ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ജസ്റ്റ് നോക്കാം, ഡെഡായിട്ട് വന്നതിൽ എന്തൊക്കെയാണ് കംപ്ലയിൻറ്റ് എന്നുള്ളത്. അതെ, ഫസ്റ്റ് തന്നെ ഫ്യൂസ് അടിച്ചു പോയിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യം നോക്കുന്നത് നമ്മളെല്ലാവരും അതിലായിരിക്കുമല്ലോ. ഫ്യൂസ് അടിച്ചു പോയിട്ടുണ്ട്. ഫ്യൂസ് കത്തിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും നേരിട്ട് ഇത് കെട്ടിയിടുക അല്ലെങ്കിൽ പുതിയ ഫ്യൂസ് നേരിട്ട് മാറ്റിയിടുക ചെയ്യരുത്. കാരണം വേറെ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഫ്യൂസ് അടിച്ചു പോവുക. അതുകൊണ്ട് അത് എപ്പോഴും നമ്മൾ കെയർഫുള്ളായിരിക്കണം. ഫ്യൂസ് ആ ഷോർട്ട് ഉള്ളത് കൊണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി അത് കത്തിപ്പോവുക എന്നുള്ളത് അതിൻ്റെ ജോലി അത് കൃത്യമായി ചെയ്തു എന്നുള്ളൂ. അല്ലാണ്ട് ഒരു കാരണവശാലും ഉടനെ തന്നെ വീണ്ടും ഫ്യൂസ് എടുത്ത് ഇടരുത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ കപ്പാസിറ്റർ, ഇത് ലൈൻ ഫിൽറ്ററാണ്. ലൈൻ ഫിൽറ്ററും ഇതിൽ നിന്ന് എർത്തിലേക്ക് പോകുന്ന പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിരിക്കുന്ന ഡിസ്ക് കപ്പാസിറ്ററാണ്, ഹൈ വോൾട്ട് കപ്പാസിറ്റർ. ഇതിൽ ഒരെണ്ണം കത്തി ഷോർട്ടായിട്ടിരിക്കുക. ഇതും വീക്കായിട്ടുണ്ട്, ഇതും വീക്കായിട്ടുണ്ട്. പോരാത്തതിന് മെയിൻ ഫിൽറ്റർ തന്നെ പുറവശം ഫുള്ളായിട്ട് ബൾജായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അതൊന്ന് മീറ്റർ വെച്ച് ചെക്ക് ചെയ്യാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മെയിനായിട്ട് വരുന്ന ഫാൾട്ട് ഇതൊക്കെയാണ്. ഇത് പ്രൊട്ടക്ഷന് വേണ്ടി ഹൈ വോൾട്ട് പാസ് ചെയ്യുമ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിട്ടുള്ളതാണ് കമ്പനി. അത് കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ അത് അതിന് ഈ ഫ്യൂസ് മാറ്റുന്നതിന് മുമ്പ് ഈ ഡിസ്കുകൾ ഇതുണ്ടോ, ഈ ലീക്കായ ഡിസ്ക്, ഈ കപ്പാസിറ്ററൊക്കെ മാറ്റിയിടുക. മാറ്റിയിട്ട് ഇടുന്നതിന് മുമ്പ് മെയിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞിട്ടാണ് ഇത് IPMലേക്ക് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ജോലി ചെയ്ത് മുഴുവൻ വേസ്റ്റാകും. അതുകൊണ്ട് തന്നെ ഈ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് പോളിൽ നിന്ന് ആദ്യം തന്നെ IPMലേക്ക് ഷോർട്ട് ഉണ്ടോ, അതായത് IPMൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ കംപ്രസറിൻ്റെ കണക്ഷനിലേക്ക് ഷോർട്ട് ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഈ 3 പിന്നാണ്. ഈ സോക്കറ്റിൽ ഒരു ജാക്കിൽ ഈ സെൻറ്റർ പിന്നും ഇങ്ങേറ്റത്തെയും പിന്നാണ് ഇതിൻ്റെ UVW പിന്ന് കംപ്രസറിൻ്റെ. അപ്പോൾ ഇത് കപ്പാസിറ്ററിൻ്റെ ഒരു പോളാണ്. ഇതുണ്ടോ. അപ്പോൾ ഈ പോളിൽ നിന്ന് നമ്മുടെ കംപ്രസർ പിന്നിലേക്ക് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല, ഷോർട്ടൊന്നും കാണുന്നില്ല. അതായത് ഷോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത് IPM കംപ്ലയിൻ്റ് ആണെന്ന് അർത്ഥം. പിന്നെ കൂടുതൽ ഇതിൽ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ ഫ്യൂസ് മാറ്റുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ റെക്റ്റിഫയർ ഒന്ന് ചെക്ക് ചെയ്യുക. റെക്റ്റിഫയറിൻ്റെ സെൻറ്റർ പിന്നിൽ കൊടുത്തിട്ട് ഇതുപോലെ ഷോർട്ട് ഉണ്ടോ നോക്കുക. ഷോർട്ടൊന്നുമില്ല. നെഗറ്റീവ് ടു പോസിറ്റീവ് നോക്കുക. നോർമൽ ഒരു സൈഡിലേക്ക് ഡയോഡ് ഫങ്ഷൻ. കറക്റ്റായിട്ട് അതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിലും ഷോർട്ടില്ലാന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഞാൻ മുമ്പേ പറഞ്ഞ ഈ കപ്പാസിറ്ററുകളും മെയിൻ ഫിൽറ്ററും ആദ്യം മാറ്റുക. എന്നിട്ട് ഫ്യൂസ് മാറ്റുക. ഫ്യൂസ് മാറ്റിയതിന് ശേഷം അതിന് മുമ്പ് ഈ റെക്റ്റിഫയർ കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഷോർട്ടില്ലാന്ന് ഉറപ്പാക്കിയിട്ട് വേണം ഫ്യൂസ് മാറ്റാൻ. ഫ്യൂസ് മാറ്റിയതിന് ശേഷം ഈ പറഞ്ഞ മാതിരി ഈ ലൈനിൽ 230 വോൾട്ട് കൊടുക്കുക. ഇത് ന്യൂട്രൽ, ഇത് ലൈൻ. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെങ്കിൽ വർക്ക് ചെയ്യും. നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. അതായത് ഇത് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇവിടെ, അതായത് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് പോൾ ഇതും പോസിറ്റീവ് പോൾ ഇതുമാണ്. ഇതിൽ നമുക്ക് 300-310 വോൾട്ടേജ് കിട്ടണം. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു SMPS വരും. SMPSൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഇവിടെ ഈ കപ്പാസിറ്ററിൻ്റെ പോളുകളിൽ ഇതിൽ 15 വോൾട്ടും ഇതിൽ 5 വോൾട്ടും കിട്ടണം. ഇവിടെ ഒരു റെഗുലേറ്റർ IC വരുന്നുണ്ട്. ഈ റെഗുലേറ്റർ IC ഇതെല്ലാം കറക്റ്റാണ്. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് 5 വോൾട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. സപ്പോസ് അതായത് ഞാൻ ഇത്രയും ഭാഗങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും എടുത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ SMPSും ഇതും ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ ഇത്രയും ഇത് ബൾജായ സ്ഥിതിക്ക്, ഇത്രയും ഹൈ വോൾട്ടേജ് കയറിയ സ്ഥിതിക്ക് ICയിൽ കംപ്ലയിൻ്റ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. എന്നിട്ടും എടുക്കുന്നുണ്ടാകുന്നുണ്ടെങ്കിൽ IC ഒന്നും മാറ്റുക. എന്നതിന് ശേഷം വേണം മറ്റുള്ള ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും. അപ്പോൾ അത്രയും മാറ്റി കഴിയുമ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെങ്കിൽ സുഖമായി വർക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്,
വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.